എന്നെ സംബന്ധിച്ച് ഇതെല്ലാം കണ്ട് കണ്ണും ചെവിയും എല്ലാം മനസ്സും തടവിച്ചു പോയി. ഇങ്ങോട്ട് വരുന്നതിന്റെ 3 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം 40 വർഷം ഗൾഫിൽ ജീവിച്ചു UAE. 60 വയസ്സായപ്പോൾ നിർബന്ധമായിട്ടും വിസ അടിക്കാത്തതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിരിക്കുകയാണ്. തിരിച്ചു വരുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്ന് ഭാര്യയെ അറിയിച്ചപ്പോൾ ഭാര്യ അദ്ദേഹത്തിനോട് നൽകിയ ഉപദേശം നിങ്ങൾ കേൾക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് മരുന്നിന് 3000 രൂപ വേണ്ടി വന്നു ഒരു മാസത്തേക്ക്. എനിക്കിപ്പോൾ പ്രതിമാസം 2000 രൂപ മരുന്നിന് വേണം. നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ മരുന്നിന് മാത്രം 5000 രൂപ വേണം. ആ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ വരരുത്. കുറെ കാലം കൂടെ അവിടെ ജീവിക്കൂ. അനാരോഗ്യം, വിചാരിക്കാൻ പറ്റാത്ത സാഹചര്യം, ആ മനുഷ്യന്റെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തില്ല, അവൾ സത്യം പറഞ്ഞു. പക്ഷേ ഒരു തിരിച്ചുവരവ് ഉണ്ട് എന്ന് ചിന്തിക്കാതെ 40 വർഷം ജീവിച്ചത് കൊണ്ടാണ് ഈ ദുരവസ്ഥ ആ വ്യക്തിക്കുണ്ടായത്, കുടുംബത്തിനുണ്ടായത്. അത് ഉണ്ടാവാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അവസരം ഉണ്ടാവരുത്. നിങ്ങൾക്കെല്ലാം എന്റെ ദൗത്യം വളരെ കൃത്യമാണ്. എന്റെ പരിപാടിയിൽ പങ്കെടുത്തവർ, എന്റെ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, എന്റെ വീഡിയോ കാണുന്നവർ ആരും തന്നെ തിരിച്ചു വന്നാൽ കഷ്ടപ്പെടുവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, എനിക്കൊരു വാഗ്ദാനം അവിടെയുള്ള സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20% മാറ്റിവെക്കുകയാണെങ്കിൽ ആ സംഖ്യ എത്രയാണോ അതിന്റെ 3 ഇരട്ടിയെങ്കിലും 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പ്രതിമാസ വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും. എന്ത് വാഗ്ദാനം ചെയ്യാറുണ്ട് എന്റെ സഹോദരികളെ, സഹോദരന്മാരെ? ഇതെല്ലാം വർഷങ്ങളായിട്ട് 11 വർഷമായി ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു ഞാൻ ചെയ്യും. 1970 ഗൾഫിൽ കാലുകുത്തിയ ദിവസം മുതൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശ്രമിച്ചവരും മനസ്സിലാക്കിയവരും ജീവിതത്തിൽ ബുദ്ധിമുട്ടിയില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പരിസരത്തൊക്കെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന സഹോദരങ്ങളുണ്ടാകുന്ന സഹോദരി ഗൾഫ് റിട്ടേൺ വേണ്ടത്ര സാമ്പത്തിക സൗകര്യങ്ങളില്ലാതെ തിരിച്ചു വന്ന സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടുള്ളവരെ ഒന്നുണ്ടെങ്കിലും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരെ കണ്ടിട്ടുള്ളവരെ ഇല്ലേ? ഓക്കെ, വേറെന്തൊരു പേരെന്താ? വന്ന ആ വ്യക്തി സുഖമായി ഇവിടെ ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? അതെ, എന്താണ് അവർക്ക് വളരെ സൗകര്യത്തോടെ അവർ ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടില്ല, വലിയ സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നു. മറ്റാരാണ് ദൈവത്തിലൂടെ? എന്താണ് അനുഭവം? നല്ലവരെ കണ്ടിട്ടുണ്ടോ? തിരിച്ചു വന്നവരെ എങ്ങനെ നന്നായി ജീവിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടോ? മീഡിയം ലെവലിൽ ജീവിക്കുന്നു. വേറെ ആരാ കൈവർത്തി പറഞ്ഞത്? എന്നാൽ എനിക്ക് തിരിച്ചു വന്നവരുമായിട്ട് ധാരാളം ബന്ധങ്ങൾ. ഈ തിരിച്ചു വന്ന ആളുകളുടെ എല്ലാം സ്ഥിതി വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഗൾഫിലുള്ള സമയത്ത് മലയാളികൾ ചെയ്യാറുള്ളത് ഒരു സൗകര്യത്തോടു കൂടി കിട്ടിയ വീട്. വലിയ വീടുകളെന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തിക ശേഷിക്ക് ഒതുങ്ങുന്ന അല്ലാത്ത വീട് കൊടുക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റു പല തരത്തിലുള്ള ജീവിത രീതി അതേ നിലവാരത്തിലായിരിക്കും. അങ്ങനെ തിരിച്ചു വന്ന വീട് ജപ്തിയുടെ അവസ്ഥയിൽ എത്തിയവരുണ്ട്. മക്കൾ, ഗൾഫുകാരന്റെ വിശ്വാസം വളരെ ഉയർന്ന ഫീസ് നൽകിയാൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന, അങ്ങനെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ
അതിൽ നിന്ന് പേര് വെട്ടി ഫീസ് കുറഞ്ഞ വിദ്യാലയങ്ങളിൽ ചേർക്കും. ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ നല്ലതെന്ന് വിശ്വസിക്കേണ്ട വ്യക്തിയാണ്. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഈ നിലയിലെത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് അത് കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റ് സ്കൂളിലുള്ള യോഗ്യതയുള്ള അധ്യാപകർ നമ്മൾ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാലയത്തിനും ഉണ്ടാവില്ലാന്ന് എനിക്ക് തുറന്ന് പറയാൻ സാധിക്കും. പക്ഷെ അങ്ങനെ മനംമാറ്റം ഉണ്ടാകുന്ന അവസ്ഥ, കുടുംബം എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ജീവിത നിലവാരത്തിൽ നിന്ന് താഴോട്ട് വരേണ്ടത് ബന്ധ അവസ്ഥ. കാരണം ഇവിടെ നിങ്ങളൊക്കെ ഒരു പ്രത്യേക ജീവിത രീതിയുടെ ഉടമകളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തികൾ പെട്ടെന്ന് ജീവിത നിലവാരം താഴോട്ട് വരുമ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. 40 വർഷവും 30 വർഷവും ഗൾഫിൽ ജീവിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും തോന്നുക, ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും സ്നേഹം നൽകി അവരുടെ സ്നേഹം കൊണ്ട് ഞാൻ വീർപ്പുമുട്ടും എന്നുള്ള പ്രതീക്ഷയോടെ കൂടി വന്ന പലർക്കും നാട്ടിൽ വന്ന് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അനുഭവം തിരിച്ചായി. മക്കൾ ചോദിക്കും, അച്ഛനെന്ന വീണ്ടും ഗർഭിണിക്ക് പോകുന്ന എന്ന്. ഭാര്യ ചോദിക്കും, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. കാരണം നിങ്ങളെക്കാൾ